പറഞ്ഞ നല്ല സൗണ്ട് ഉണ്ടെന്ന്. ഞാൻ ചേലക്കുമ്പ് ചവണിക്കാണെങ്കിൽ ബ്രാഞ്ചിൽ നിന്നാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആ അപ്പച്ചൻ്റെ 5 അപ്പച്ചന്മാരിൽ 4 അപ്പച്ചന്മാർ ചവണിക്കാണെങ്കിൽ ചേലക്കുമ്പിലേക്ക് വന്നു. ഒരപ്പച്ചൻ മല്ലപ്പള്ളിയിൽ താമസിച്ചു. അതിൽ മൂത്ത അപ്പച്ചൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് ഇപ്പം പറഞ്ഞ മോനിച്ചായൻ, അല്ലെങ്കിൽ ജേക്കബ് ജെ. രണ്ടാമത്തെ അപ്പച്ചൻ കൊച്ചുഞ്ഞാശാൻ എന്ന് പറയുമായിരുന്നു, CC ചാക്കോ. അദ്ദേഹത്തിൻ്റെ 4 ആൺമക്കളുള്ള മൂന്നാമത്തെ ആൺമകൻ്റെ രണ്ടാമത്തെ മകനാണ് ഞാൻ. എൻ്റെ ഫാദറിൻ്റെ പേര് CC എബ്ര, അച്ഛൻ എന്ന് പറയുമായിരുന്നു. അദ്ദേഹം 49 ഇയേഴ്സ് ആയി മരിച്ചുപോയി. ഞാൻ 9 ഇയേഴ്സ് ആയപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. എനിക്ക് ഒരു ബ്രദറും 4 സിസ്റ്റേഴ്സും വരാം. അതിലൊരു സിസ്റ്റർ ന്യൂയോർക്കിൽ വെച്ച് 99 ജാനുവരി 5 മരിച്ചുപോയി. ഞങ്ങൾ കുസും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങളന്ന് വാഷിങ്ടണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ബ്രദർ രാജൻ C എബ്രഹാം തിരുവല്ലയിൽ സെറ്റിലായിരിക്കുന്നു. ഒരു സിസ്റ്റർ ശാന്തമ്മ എടത്തുവായിൽ വിവാഹം കഴിച്ച് അവിടെ സെറ്റിലായിരിക്കുന്നു. അതിനുശേഷമുള്ള മൂന്നാമത്തെ സിസ്റ്ററായിരുന്നു കുസും, മരിച്ചുപോയി. കുസുമാമിക്ക് 2 ആൺമക്കളാണ്. അവർ രണ്ടും, ഒരാൾ ന്യൂയോർക്കിലും ഒരാൾ ബെൽജിയമിലുമാണ്. അതിനുശേഷം ഒരു സിസ്റ്റർ ലിസി പാമ്പാടിയിൽ സെറ്റിലായിരിക്കുന്നു. ഒരു മകളെ ഉള്ളൂ, അവൾ ഫാമിലിയായിട്ട് ദുബൈയിലായിരിക്കുന്നു. അതിനുശേഷം എനിക്ക് ഒരു ഭാര്യ റീന മാവേലിക്കരയിലായിരുന്നു. 35 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മകൾ സൗമ്യ വിവാഹം കഴിഞ്ഞ് ഡാലസിൽ സെറ്റിലായിരിക്കുന്നു. ഞങ്ങൾക്ക് ദൈവകൃപയാൽ കഴിഞ്ഞ മെയ് 31 ഒരു ഗ്രാൻഡ് സണ്ണിനെ ലഭിച്ചു. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവൻ്റെ കൂടെ കുറച്ച് നാൾ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് കടന്നുപോയി. ഇപ്പോൾ തിരിച്ച് അവൻ്റെ കൂടെ വീണ്ടും എൻജോയ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഗോഡ് വില്ലിംഗ് വിൽ ബി ഹിയർ ടിൽ November 6. ഇൻ ദി മീൻ ടൈം ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ മോള് വീണ്ടും പ്രഗ്നൻ്റ് ആണ്. ദൈവം ഒക്ടോബറിലാണ് അവരുടെ ഡ്യൂ ഡേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൂടെ കണ്ട് സന്തോഷിച്ച് ഞങ്ങൾ നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അമ്മച്ചി ജീവനോടെ ഇരിപ്പുണ്ട്. ഈ ഒക്ടോബർ 30 അമ്മച്ചിക്ക് 100 വയസ്സാകാൻ പോവുകയാണ്. കഴിഞ്ഞ അമ്മച്ചി 71 ഡിസംബർ 24 ഒരു വിഡോ ആയതാണ്. അമ്മച്ചി കഴിഞ്ഞ 52 വർഷമായിട്ട് 53 വർഷം കഴിഞ്ഞു വിഡോ ആയിട്ട് ജീവിക്കുന്നു. കഴിഞ്ഞ 3.5 വർഷക്കാലമായിട്ട് അമ്മച്ചി ബെഡ് റിഡൺ ആണ്. എങ്കിലും മറ്റു കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി ഞാൻ റിട്ടയർ ചെയ്ത് ഞാനിവിടെ ദൈവകൃപയാൽ ഹ്യൂസ്റ്റണിലും ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കോൺസുലായിരുന്നു. അവിടെ ഞങ്ങൾ എറിട്രിയയിലേക്ക് പോയി. അവിടെ 22 ജൂലൈ 31 ഞാൻ റിട്ടയർ ചെയ്തു. 22 ഏപ്രിൽ 24 അമ്മച്ചി ഒന്ന് വീണു. അമ്മച്ചി ജൂലൈ 21 ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്നൊരു ഫോൺ വന്നു, അമ്മച്ചി മരിക്കാൻ പോകുന്നുവെന്ന്. അതിനു മുമ്പ് തമ്പിച്ചാനൊക്കെ അവിടെ പോയി അമ്മച്ചിയെ കാണുകയൊക്കെ ചെയ്തിരുന്നതാണ്. സിറ്റുവേഷനൊക്കെ തമ്പിച്ചാനറിയാം. അമ്മച്ചി മരിച്ചു പോവുകയായിരുന്നു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ധൈര്യത്തോടെ ഇരുന്നു. ഞങ്ങൾ നാട്ടിൽ ചെന്ന് അമ്മച്ചിയെ ഞങ്ങൾക്ക് ശുശ്രൂഷിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു, ധൈര്യമായിട്ട് ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ശുശ്രൂഷിച്ചിട്ട് അമ്മച്ചി എങ്ങനെ ഉണ്ടെങ്കിൽ അമ്മച്ചി കടന്നു പോകുകയുള്ളെന്ന് വിശ്വസിച്ചു. ഞങ്ങൾ ചെന്നത് ഓഗസ്റ്റ് 1 ഓഗസ്റ്റ് 2 തൊട്ട് അമ്മച്ചി ആളുകളെയൊക്കെ ഓർഗനൈസ് ചെയ്യാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങി. അതിനുശേഷം 4 മാസം കഴിഞ്ഞപ്പോൾ തമ്പിച്ചാൻ അവിടെ വന്ന് തമ്പിച്ചാൻ റൂമിലോട്ട് കയറി ഉടനെ അമ്മച്ചി ചോദിച്ചു, തമ്പിയെ നീ എപ്പം വന്നത്? അത് കേട്ട് തമ്പിച്ചാൻ he was really shocked. I really endorse that, and that is the power of the children looking after the mother. That's the power of God. See, if the older people are sent to the nursing home, we don't know what's happening. Yeah. They will come back with blood source. This Ammachi had nothing. Still no blood source. And I should say that Babu and Reena mostly they really looked after her like a child. Amazing. I have spoken about you in many places. Many sermons I have praised God only. ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ അമ്മച്ചിയെ സെർവ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നത്. എങ്കിലും ഞങ്ങൾക്ക് ഇവിടെ തിരിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ടായിരുന്നു. ദൈവം വന്നു. അപ്പോൾ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് അമ്മച്ചി അവിടെ 59 തൊട്ടാ ചേർക്കുമ്പി താമസിക്കുന്നതാണ്.
അപ്പോൾ അവിടുന്ന് അമ്മച്ചി ആ വീട്ടിൽ നിന്ന് വെളിയിൽ പോകുന്ന അമ്മച്ചിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഈവൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ പോലും പോയി ഞാനൊരു 5 മിനിറ്റ് എടുക്കും കേട്ടോ, നമുക്ക് ഉറങ്ങാനുള്ളതല്ലേ ഇത്. അതൊക്കെ എപ്പോഴും എല്ലാവരെയും കിട്ടുകയല്ല പറയാനായിട്ടല്ലേ. അപ്പം 59-ലാണ് എൻ്റെ പപ്പ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർമെൻ്റ് എടുത്ത് അമ്മച്ചിയെ അവിടെ കൊണ്ട് ആക്കി. അമ്മച്ചിയെ 3 പിള്ളേരെയും കൂടെ അവിടെ ആക്കി. 71 ആയപ്പോഴത്തേനും അമ്മച്ചിയും 6 പിള്ളേരുമായി അവിടെ. ഓക്കെ, അപ്പം പപ്പ അത് കഴിഞ്ഞ് ONGCയിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ഗുജറാത്തിൽ. അപ്പോൾ അമ്മച്ചി അവിടെ ചേലക്കുമ്പിൽ ആണ് അമ്മച്ചി അവിടെ അങ്ങ് സെറ്റിലായി. അപ്പോൾ അമ്മച്ചി ആ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയാൽ അമ്മച്ചി മരിച്ചു പോകുന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. അതുപോലെ അമ്മച്ചിയോട് ഒരു 42 ഇയേഴ്സായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു അമ്മണിയായിരുന്നു അമ്മച്ചിയെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ അമ്മണി ഇല്ലെങ്കിൽ അമ്മച്ചി മരിച്ചു പോകുന്നായിരുന്നു എല്ലാവരുടെയും വിചാരം. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായി ഇതൊന്നും അല്ല കാര്യം, ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് അമ്മച്ചി ജീവനോടെ ഇരിക്കുന്നത് എന്ന് മനസ്സിലായതുകൊണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മണി മരിച്ചുപോയി. അമ്മച്ചിയെ ടേക്ക് കെയർ ചെയ്ത് ഞങ്ങളുടെ നാട്ടിൽ ചെന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മണി ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചുപോയി. അമ്മച്ചി സ്റ്റിൽ ലീവ്. ഓക്കെ, ഷീസ് ഹാപ്പി, ഷീസ് ഓക്കെ. ഇന്നലെ ഞാൻ അമ്മച്ചിയോട് സംസാരിച്ചു. അമ്മച്ചി ഷീസ് റിയലി ഹാപ്പി ആൻഡ് ഓക്കെ. ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങനെ ഞങ്ങൾക്ക് ഓക്കെ. അമ്മച്ചിയുടെ കാര്യം അത് കഴിഞ്ഞ് എനിക്കൊരു ഇളയ സിസ്റ്ററുണ്ട്. എനിക്ക് 2ാമത്തെ മോള് സ്മൃതി, ഷീസ് ഇൻ ഡബ്ലിൻ. എനിക്കൊരു മോനുണ്ട് ഷോൺ. അവർ 2 പേരും ഞങ്ങൾ ഖാർത്തൂമിലായിരുന്നപ്പോഴാണ് അവർ അവിടെ ജനിച്ചത്, സുഡാൻ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അച്ഛനോട് ഞങ്ങൾ ആ കഥകളൊക്കെ പറയുമായിരുന്നു. ഞങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരൊറ്റക്കാര്യമുള്ളൂ. ടെസ്റ്റ് മണി പറയരുതെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ പറയാതിരിക്കാൻ നോക്കിയിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമുക്ക് ആരെയും നോക്കാനില്ലാത്തപ്പോൾ, നമ്മെ ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തപ്പോൾ നാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ He will provide everything. അതൊക്കെ ഉണ്ടല്ലോ, അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകും. കാരണം അതുപോലാണ് ദൈവം ഞങ്ങളെ ഓരോ ദിവസവും കരുതിയത്. അവിടെയാണ് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായത്. സുഡാൻ അറ്റ് ദാറ്റ് ടൈം 94 to 97 was one of the hardest places in the world. You must say what you were doing. He was in the Indian Foreign Service. He is too humble to say that. We should. Adu Devathinte kripa. He was a diplomat. Yeah, I retired as a Foreign Service. He was a consul here in the. Yeah, he was a consul here and I retired as a second secretary and HOC, head of chancery from Eritrea. അതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വർക്ക് ചെയ്ത എല്ലായിടത്തും ദൈവത്തിൻ്റെ വചനപ്രകാരം വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും വളരെ കറപ്ഷനാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരം നിന്നാൽ ഏത് അതോറിറ്റി ഉള്ള മനുഷ്യന് പോലും നമുക്ക് നമ്മുടെ നേരെ ഒന്നും ചെയ്യാനൊക്കെയാണ്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പാഠമാണ്. ദൈവത്തിന് വേണ്ടി നാം എവിടെ നിന്നാലും അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ നിന്നാൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതെൻ്റെ ജീവിതത്തിലെ ഒരു ടെസ്റ്റ് മണിയാണ് കേട്ടോ. ദൈവത്തിൻ്റെ കൃപയാൽ ആ ഖാർത്തൂമിലൊക്കെ ജനിച്ച പിള്ളേരെ അന്ന് നോക്കാനായിട്ട് ഒറ്റ കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവം ഓരോ പ്ലേസിലും, നമ്മളൊക്കെ നാട്ടിൽ കേട്ടിട്ടില്ലേ, ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ 56 days ഒക്കെ എന്താ പറയുന്നത് എടുക്കണം. റീന സെക്കൻഡ് ഡെലിവറി അവിടെ കഴിഞ്ഞ് 2nd day തിരിച്ചു വന്നു. 3rd ഡെലിവറി ദാറ്റ് വാസ് സിസേറിയൻ. 3rd day അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ദൈവകൃപയാൽ ഷീ 61 now. 60 now. ദൈവകൃപയാൽ സാധാരണ ഒരു 60 yearsനൊക്കെ ഉള്ള ഒരു ലേഡിക്ക് ഉണ്ടാകാവുന്ന ഒരു രീതിയിലുള്ള വേദനകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. കാരണം ദൈവമാണ് അവിടെ എല്ലാം ഞങ്ങളെ നടത്തിയത്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം ബലപ്പെട്ട് ജീവിച്ചത് കൊണ്ട് മുടി ഇത്രയല്ലായിരുന്നു, ഒത്തിരി പോയി. അതുകൊണ്ട് എനിക്കൊന്നും പറയാം. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി ഇതായിരുന്നു. അതിൻ്റെ ഒരു 15% ഉള്ളു ഇപ്പോൾ. അപ്പം ഞാൻ അതിനെ പറ്റി ഒന്നും പറയാനൊക്കെ ഉള്ളു. ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷെ നമ്മളത് കെയർ ചെയ്യുകയും ചെയ്യണം. എനിവേ, എൻ്റെ ഇളയ സിസ്റ്റർ ഡൽഹിയിൽ സെറ്റിലായിരിക്കുന്നു. അവർക്ക് 2 കുഞ്ഞുങ്ങൾ. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് ദൈവം സഹായിച്ചുകൊണ്ടിരിക്കും. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മോൻ്റെ കാര്യം പറഞ്ഞില്ലേ, മോന് ഷോൺ ഇവിടെ
എൻ്റെ കൂടെ വന്ന് അണ്ടർ ഗ്രാജ് ചെയ്തായിരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഹ്യൂസ്റ്റണിൽ. ഞങ്ങൾ ഇവിടുന്ന് റിട്രിയേക്ക് പോയപ്പോൾ അവനിവിടെ മാസ്റ്റേഴ്സ് ചെയ്തു. അതിനുശേഷം അവൻ നാട്ടിലേക്ക് കടന്നു പോകേണ്ടി വരും. ഇപ്പോൾ നാട്ടിലുണ്ട്, വിവാഹം കഴിഞ്ഞു. ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് സ്പൗസ് വിസ ടു കം ബാക്ക്. അപ്പം ദൈവത്തിൻ്റെ കൃപയാലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള, മറ്റൊന്നും അവിടെ റിലവൻ്റ് അല്ല. ദൈവകൃപയാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ ആശ്രയം ജീവിച്ചാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും യെസ് വഴി നടത്തുമെന്ന് മാത്രം.